Hello my dear students, how are you? All of you are fine after your exam? You are welcome to my next English class. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് അമ്മച്ചിമാരും കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിൽ നല്ല സന്തോഷത്തിൽ ഒന്ന് റിലാക്സ് എടുക്കുകയാവും അല്ലേ എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമുക്ക് ബാക്കി പാഠങ്ങളൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ നമുക്ക് നല്ലൊരു രസകരമായൊരു ചാപ്റ്റർ പഠിക്കാം നമുക്ക് കേട്ടോ. നമ്മളെ അടുത്ത പുതിയ നമുക്ക് 2 ടേം ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഒരു ടേം ബുക്ക് നമ്മൾ തീർന്നു, നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടേം ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് മിസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ? A special picnic. A special picnic. A special picnic. Hello dears. Do you want to go for a picnic? Do you like? From where you go? From you went to a tour. You go Ooty or Mysore or other in Calicut or Trivandrum or etc. നിങ്ങൾ ഊട്ടിയിലോ മൈസൂരിലോ തിരുവനന്തപുരത്തോ കാലിക്കറ്റ് അങ്ങനെ എവിടെയൊക്കെയാണ് നിങ്ങൾ പോയിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാമല്ലേ? Are you happy at that time? നല്ല ഹാപ്പി ആയിരുന്നോ ആ സമയത്ത്? Yes, we are very happy to go to a tour അല്ലേ? In our school also we were going to tour before last year, but last year and this year we can't go. What is the reason? Because of this COVID-19 അല്ലേ? ഈ COVID-19 കാരണം, ഈ കൊറോണ വൈറസ് കാരണം നമുക്ക് എന്തിനു പറ്റിയില്ല? ഈ വർഷം നമുക്ക് സ്കൂളിലേ വരാൻ പറ്റിയില്ല. അതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് ടൂറിനൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ടൂറിനൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിന്നിരുന്നു. എന്നിട്ട് അപ്പോഴാണെന്ത് കഴിഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് നമുക്ക് ഈ മാരകമായ ഈ അസുഖം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സ്കൂളൊക്കെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ടൂറിന് പോകാനും വേണ്ടത്ര ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത വർഷമൊക്കെ സ്കൂളൊക്കെ നല്ല രീതിയിലൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പോയി നോക്കാം അല്ലേ? യെസ്. In this chapter we are learning about such a picnic, such a tour. There are 2 children, one brother and sister. ആരൊക്കെയാണ്? റിതിമ ആൻഡ് വരുൺ. റിതിമ ആൻഡ് വരുൺ These 2 children went to a tour to a park with their parents. എന്ത് ചെയ്തു? ഈ കുട്ടികൾ രണ്ടുപേരും എന്ത് ചെയ്തു? അവരുടെ പേരൻസിൻ്റെ കൂടെ ഒരു പാർക്കിലേക്ക് ടൂർ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. Let us go through the chapter. Okay. And next, before that, let's begin. Before that, we want to read this. What is this? Take the things you will take for a picnic. എന്തൊക്കെയാണ് നമ്മൾ പിക്നിക്കിന് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കയ്യിൽ പിടിക്കുക? എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കരുതി വെക്കുക എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മാറ്റ്, സെക്കൻഡ് വൺ TV സെറ്റ്, തേർഡ് വൺ ഡസ്റ്റ്ബിൻ, ഫോർത്ത് വൺ ഫുഡ്, ഫിഫ്ത്ത് വൺ ഹോംവർക്ക്, സിക്സ്ത് വൺ വേസ്റ്റ് മെറ്റീരിയൽ ബാഗ്, സെവൻത് വൺ കമ്പ്യൂട്ടർ, എയ്ത്ത് വൺ ക്യാമറ, നയൻത് വൺ ബോർഡ് ഗെയിംസ്. Do you know which are the things you carry with you? Which are they? You should say, all of you listen this. Mat കൊണ്ടുപോകുമ്പോൾ സംടൈംസ് അല്ലേ നമ്മൾ ഈ എന്താ പറയുക ഇങ്ങനെ ഈ വനപ്രദേശം അങ്ങനെയുള്ള മേഖലയിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും,
ചെറിയ മാറ്റൊക്കെ ചിലപ്പോൾ കയ്യിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ടി വി സെറ്റ് ഒന്നും കൊണ്ടുപോകില്ല അല്ലേ. അതേപോലെ ഡസ്റ്റ്ബിൻ, നോ നീഡ്. ആൻഡ് ഫുഡ് വേണം അല്ലേ. നമ്മൾ ഇതിനെ പോകുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫുഡില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലേ. ഫുഡ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് കൊണ്ടുപോകണം. ഹോംവർക്ക് അല്ലേ, ഹോംവർക്ക് കൊണ്ടുപോകുമോ? നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ ആസ്വദിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ ഹോംവർക്ക് കൊണ്ടുപോകുക അല്ലേ. ഹോംവർക്ക് കൊണ്ടുപോകണ്ടില്ലേ അല്ലേ. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ ഉള്ള ബാഗ്, പിന്നെ കമ്പ്യൂട്ടർ, ക്യാമറ, ബോർഡ് ഗെയിംസ്, വിശാലമായ ഗെയിംസ് അത് ചിലപ്പോൾ കയ്യിൽ പിടിച്ചെന്ന് വരും. അതേപോലെ ക്യാമറ, അതുപോലെ ചെറിയ തരത്തിലുള്ള കമ്പ്യൂട്ടറൊക്കെ ചിലപ്പോൾ കയ്യിൽ പിടിച്ചു. അപ്പോൾ ഏതാണ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ യു ഷുഡ് ടിക്ക് കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് ലിസൺ. We can start our chapter. On a Sunday, Ridhima and Varun went on a picnic in a park with their parents. ആരുടെ കൂടെയാണ് അവർ പോകുന്നത്? Parents. അവരുടെ പേരൻസിന്റെ കൂടെ. Parents include, do you know who are parents? Mother and father. അല്ലേ? Mother and father. അല്ലേ? Varun and Ridhima went to a tour with their parents, their mother and father. Okay. Parents include mother and father, you know. And in on which day they start their journey? Sunday. Which day? Sunday. Sunday ആണ്. Sunday holiday ആണ് അല്ലേ. Sunday holiday ആയതുകൊണ്ട് എന്താണ്, അന്നാണ് അവർ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. Yes. Next listen. Oh, such a lovely park. We will play after having snacks. They reached there in that park. They and their parents, Varun, Ridhima and their parents reached that park, and they were very happy to see that park. Oh, such a lovely park. But such a beautiful park is this. We will play after having snacks. What is meant by snacks? Do you know snacks? Yes. നമ്മളല്ലേ അത് രാവിലെ പുറപ്പെട്ടതാവൂലേ. രാവിലെ പുറപ്പെട്ടിട്ട് എന്ത് ചെയ്യും, പ്രഭാത ഭക്ഷണം. ശരിക്കും പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്കറിയാം. പക്ഷെ സ്നാക്സ് അതിലും കൂടി കുറച്ച് ചെറിയ രൂപത്തിലുള്ളത് അല്ലേ. പ്രഭാത ഭക്ഷണം നമ്മൾ അപ്പോൾ പുട്ട് അങ്ങനെ ചപ്പാത്തി അങ്ങനെ അതിനേക്കാളും കുറച്ച് സിമ്പിളായിട്ടുള്ളതാവുകയാണെങ്കിൽ സ്നാക്സ്. നെക്സ്റ്റ്. യെസ് മമ്മി, ഗിവ് us something to eat quickly. മമ്മിയോട് പറയാണ് വരുന്നത്, മമ്മി ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തിന്നാൻ തരൂ. ഐ കാൺട്ട് വെയിറ്റ് ടു എൻജോയ് പ്ലേയിങ് ഹിയർ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമല്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ കളിച്ച് എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് കളിച്ച് എൻജോയ് ചെയ്യണം. അതുകൊണ്ട് എന്താണ്, ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരൂ മമ്മി. ടേക്ക് നെക്സ്റ്റ് പേജ്. Yes, listen. We are going to play. They started to play. At that time, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളമ്മമാരൊക്കെ നമ്മൾ എപ്പോൾ പുഴയിലേക്ക് കൊണ്ടുപോകണം, ടൂർ കൊണ്ടുപോകണമെങ്കിൽ ഏത് വഴിക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ അമ്മമാർക്ക് എപ്പോഴും എന്തുണ്ടാവും, നമ്മുടെ മേലിലൊരു കണ്ണുണ്ടാവും അല്ലേ. ഡോണ്ട് ഗോ ഫാർ അവേ, ബി കെയർഫുൾ. ഡോണ്ട് ഗോ ഫാർ അവേ, എന്ത് ചെയ്യാൻ പാടില്ല, ദൂരെ എങ്ങും പോകരുത്. എന്ത് ചെയ്യണം, ബി കെയർഫുൾ. നല്ല ശ്രദ്ധ വേണം, സൂക്ഷിക്കണം എന്ന് പറയണേ. ഓക്കെ മമ്മി, വി വിൽ ബി കെയർഫുൾ. അപ്പൊ മമ്മിയോട് വരും, ഓക്കെ മമ്മി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയണം. Come on, catch it, Didi. They are playing. They have started playing. They are enjoying very well in that park. This brother and sister Varun and Ridhima is enjoying very well. Varun and Ridhima are enjoying very well. And at that time, they heard a crying voice. They heard a sound. They look here and there. Where is that sound? This is sound of a bird. Where is that sound? എവിടെ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത്? എവിടെ നിന്നാണ് ആ സൗണ്ട്? They look here and there. At that time
a bird is sitting on the branch of a tree. At that time they are playing. A bird is sitting on the branch of a tree. ഒരു മരത്തിന്റെ കൊമ്പിലുണ്ട് ഒരു ബേർഡ്. ഒരു മരത്തിന്റെ കൊമ്പിലുണ്ട് ഒരു ബേർഡ് ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ടോ that bird is crying. What happened? They are asking, these children asking to that bird, what happened here? What happened, birdie? Why are you crying, birdie? എന്തിനാണ് birdie നീ കരയുന്നത്? നിനക്ക് എന്ത് സംഭവിച്ചു? At that time the birdie replied, I am very sad. What is the reason? When people go home after the picnic, they leave the park dirty. എന്താ ചെയ്യുന്നത്? ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ പിക്നിക്കിനൊക്കെ വന്ന് നല്ല ആസ്വദിച്ച് എന്ത് ചെയ്യും? എന്താണ് സ്നാക്സ്, ബേക്കറീസ് അല്ലേ, ഭക്ഷണ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യും? കഴിച്ചിട്ട് അവർ ആസ്വദിച്ച് ഉല്ലസിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? they keep the park dirty. അവരെന്താ ചെയ്യുന്നത്? അവര് പാർക്കൊക്കെ മലിനമാക്കുകയാണ്. പാർക്കൊക്കെ എന്താ ചെയ്യുന്നത്? dirty means മലിനമാക്കുക. അവരെന്ത് ചെയ്യും? വേസ്റ്റ് മെറ്റീരിയൽ they put all the waste materials in the park and it will become dirty. ഇവരെന്താ ചെയ്യുന്നത്? വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഈ പാർക്കിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? പാർക്ക് ഡേർട്ടി ആവുക. What can we do to help you? അത് ശരി. ഇതിന് നിന്നെ സഹായിക്കാൻ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? Please ask other children at the park to pick up all the rubbish before they go home. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അവര് മറ്റുള്ള കുട്ടികൾ മറ്റുള്ള കുട്ടികൾ വന്ന് പോകുമ്പം അവരോട് എന്ത് പറയണം? നിങ്ങൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഇടരുത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. Please ask other children at the park to pick up all the rubbish before they go home. അവര് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? വേസ്റ്റ് മെറ്റീരിയൽസ് ഇവിടെ ഇടാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. All right. Is there anything else? വേറെ എന്തെങ്കിലും ഉണ്ടോ? All right. Is there anything else? വേറെ എന്തെങ്കിലും ഉണ്ടോ? Yes. Tell them to throw the litter in garbage bins. വേറൊരു കാര്യം കൂടി പറയണം. എന്ത് പറയണം? Tell them to throw the litter in garbage bins. എന്താണ് ലിറ്റർ? എന്താണ്? A mess of waste materials scattered about. ഈ ചിഹ്നം തിരിച്ചറിയാം. വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറയണം? ഗാർബേജ് ബിൻസ്. What is meant by garbage bins? Litter means waste materials. Litter means waste materials. ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് പറയണം? വേസ്റ്റ് മെറ്റീരിയൽസ് ഗാർബേജ് ബിൻസ്. ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, ഡസ്റ്റ്ബിൻ. വേസ്റ്റ് മെറ്റീരിയൽസ് ഡസ്റ്റ്ബിന്നിൽ ഇടാൻ കൂടി പറയണം. വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് പറയണം? ഗാർബേജ് ബിന്നിൽ ഇടാനും കൂടി പറയണം. നെക്സ്റ്റ്, ഓൾസോ ടു കീപ് ദ പാർക്ക് ബ്യൂട്ടിഫുൾ, do not break branches of trees or pluck flowers. One more item. At first the birdie told them, what? Don't put waste in the park. And one more. എന്താണ്? Ask them, tell them to put the waste materials in the dustbin. And one more. Third one. What's third one? They tell them to don't pluck flowers and do not break the branches of trees. പിന്നെ മരത്തിന്റെ കൊമ്പുകൾ പൊട്ടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലവേഴ്സ് പറിക്കാൻ പാടില്ല. മരത്തിന്റെ കൊമ്പുകൾ എന്ത് ചെയ്യാൻ പാടില്ല? പൊട്ടിക്കാൻ പാടില്ല. അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലവേഴ്സ് പറിക്കാനും പാടില്ല. ഇതും കൂടി പറയണം എന്ന് പറഞ്ഞു. Listen from first. I will read once again.
All of you listen carefully. All stand up. Sit down. Stand up. All of you clap 3 times. Yes. Sit down. Listen. Let's start from first. On a Sunday, all of you listen carefully, otherwise you can't read the chapter. You should read the chapter 5 times. On a Sunday, Ridhima and Varun went on a picnic in a park with their parents. Oh, such a lovely park. We will play after having snacks. Yes, Mummy, give us something to eat quickly. I can't wait to enjoy playing here. Don't go far away. Be careful. Okay, Mummy. We'll be careful. Come on, catch it, Didi. Ooh, the sound of a bird. What happened? Why are you crying, birdie? I am very sad. When people go home after the picnic, they leave the park dirty. At that time, the children are asking, what can we do to help you? Please ask other children at the park to pick up all the rubbish before they go home. All right. Is there anything else? Yes. Tell them to throw the litter in garbage bins. Also, to keep the park beautiful, do not break branches of trees or pluck flowers. Yes. Or next page. Next page. As soon as Ridhima and Varun returned, they saw a boy throwing litter in the open. As soon as Ridhima and Varun returned, they saw a boy throwing litter in the open. എന്താണ് ഋതിമയും വരുണും ഈ ബേർഡിനോട് സംസാരിച്ചുല്ലേ? They had a conversation with the birdie, അല്ലേ? എന്ത് ചെയ്തു? As soon as they returned to their parents, അവരെന്ത് ചെയ്തു? ബേർഡിനുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ പേരൻസിൻ്റെ അടുത്ത് തിരിച്ചെത്തി. അപ്പോ എന്താ ചെയ്തത്? They saw a boy throwing litter in the open. ഒരു കുട്ടീൻ്റെ എന്ത് ചെയ്യുന്നത്? തുറന്ന സ്ഥലത്തേക്ക് വേസ്റ്റ് ബിന്നിലൊന്നും ഇടാതെ, ഡസ്റ്റ് ബിന്നിലൊന്നും ഇടാതെ എന്ത് ചെയ്യുന്നുണ്ട്? തുറന്ന സ്ഥലത്തേക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് ഇടുന്നത് കണ്ടു. Hi, please don't throw litter in the open. Please use the garbage bin. They are asking that child. They are saying that child. What did they say? Don't throw litter in the open. Don't throw waste in the open. Please use dustbin. നീ എന്ത് ചെയ്യണം? ഡസ്റ്റ്ബിന്നിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഇടേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തേക്ക് ഇടാൻ പാടില്ല. I am sorry. At that time that child replied, I am sorry. Next. Come on, Varun. Before we go home, let's pick up all the litter. Ridhima പറയാണെന്ത്? Ridhima is talking to Varun. Come on, Varun. What will we do? Come on, Varun. Before we go home, let us pick up all the litter. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യണം? പെറുക്കണം. പിക്കപ്പ്. എന്ത് ചെയ്യണം? വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പെറുക്കി ഏതിലിടണം? ഡസ്റ്റ്ബിന്നിലേക്ക് ഇടണം. യെസ്, ദാറ്റ് വിൽ കീപ് ദ പാർക്ക് ക്ലീൻ. അപ്പം എന്ത് ചെയ്യും? പാർക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഒന്നും പാർക്കിൽ എന്ത് ചെയ്യില്ല? ഒന്നും ഒരു വേസ്റ്റ് മെറ്റീരിയൽസ്, ഒരു അൺനെസസറി തിങ്സും എന്ത് ചെയ്യില്ല? പാർക്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? പാർക്ക് അപ്പോൾ ഓൾവേസ് നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പം എന്ത് ചെയ്യും? പാർക്ക് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാൻ പറ്റും, അല്ലേ? യെസ്. അപ്പം നമുക്കും എന്താണ്
we have a lesson. We have a lesson from this story. We don't put waste materials in the school. If you are in school and if you are in our home also, we don't put waste materials outside or inside our house or outside in the courtyard. What is in the courtyard? Courtyard means മുറ്റം അല്ലേ? നമ്മുടെ മുറ്റത്തോ അതേപോലെ നമ്മൾ അകത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് മെറ്റീരിയൽസ് ഇടാൻ പാടില്ല. അഥവാ ചാടിയാൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ വേഗം ഡസ്റ്റ്ബിന്നിലേക്ക് ഇടാൻ നോക്കുക കേട്ടോ. എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവിടെ ഇവിടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഇടാൻ പാടില്ല. ഡു യു ലൈക്ക് ദിസ് സ്റ്റോറി? ഡു യു ലൈക്ക് ദിസ് പിക്നിക്? യെസ്. Next, we can go through the exercise. Listen. Fill in the blanks. Take your pencils. All of you take your pencils. Yes, number one. We learned about Varun and Ridhima went to where, from that we want to fill the blanks. Number one. Varun and Ridhima went on a dash. In bracket, picnic ride. What is the correct answer? We know Varun and Ridhima went on a ride? No, went on a picnic. Write the correct answer. Picnic. Went on a picnic. Number two. Birdie was sad. In bracket. Birdie was dash. In bracket, sad, happy. This is the correct answer. I'm sorry, I told the answer. Sad. Birdie was sad. We learned on seeing the litters, on seeing the waste materials in the park. The birdie was very sad, and the birdie told them, I am very sad. Next, number 3. Varun and Ridhima learned not to leave the picnic spot dash. Varun and Ridhima learned. Varun Ridhimayum പഠിച്ചു എന്ത്? Not to leave the picnic spot. Not to leave the picnic spot dirty, clean. Picnic spot എന്ത് ചെയ്യാൻ പാടില്ല? Dirty ആക്കാൻ പാടില്ല, clean ആക്കാൻ പാടില്ല. ഏതാണ് അവർ പഠിച്ചത്? Dirty or clean? Yes, dirty. Dirty ആക്കാൻ പാടില്ല അല്ലേ? Dirty ആക്കാൻ പാടില്ല. Next, number 4. Varun and Ridhima dash the litter. Spread, picked up. എന്താണ്? Litter means waste materials. എന്താണ് അവർ ചെയ്തത്? Spread means ആകെ വെതറിയിടുക, അല്ലെങ്കിൽ picked up means പെറുക്കിയെടുക്കുക. ഏതാ ചെയ്തത് അവര്? Picked up. ഏതാണ്? Picked up അല്ലേ? പെറുക്കിയെടുക്കുക ചെയ്തത് അല്ലേ? Picked up. Yes. Yes, children, we can stop our class here. We will meet in the next class.